ഒരു മോശ സമയത്തെ എങ്ങനെ ശുഭസമയമാക്കാം, കൂടാതെ സമയത്തെ എങ്ങനെ കൂടെ കൊണ്ട് നടക്കാം? ഒരു ഉപായം ചെയ്തു നോക്കൂ. 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങളും ബന്ധങ്ങളിലും വരുന്ന മാറ്റം അറിയുവാൻ സാധിക്കും. എന്നാൽ സമയത്തിൻ്റെ കാര്യം വരുമ്പോൾ സമയം ആര് നിങ്ങളെ കാണിക്കും? അത് മറ്റാരുമല്ല, അത് നിങ്ങളുടെ റിസ്റ്റ് വാച്ച്. ഇപ്പോൾ അത് ധരിക്കുവാൻ തന്നെ മറന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, കേവലം മൊബൈലുള്ളപ്പോൾ എന്തിന് വാച്ച് ധരിക്കണം? എന്തിന് ഈ വയ്യാവേലി കൊണ്ട് നടക്കണം? സമയം നോക്കണമെങ്കിൽ മൊബൈലിൽ നോക്കിയാൽ പോരെ. ഒരുപക്ഷെ നിങ്ങൾ സമയത്തെ മൊബൈലിലൂടെയാണ് നോക്കുന്നതെങ്കിൽ സമയം നിങ്ങളോട് പിണങ്ങിയെന്ന് വരാം. അത് ഞാൻ ലോജിക്കായി തന്നെ പറയാം. വാച്ച് കെട്ടുന്നതിൻ്റെ ആവശ്യം. ഒരു വ്യക്തി വസ്ത്രങ്ങൾ, ഷൂസ്, ചെരുപ്പ്, കണ്ണട എന്നിവ ധരിക്കുന്നു. അതെല്ലാം ജീവനില്ലാത്തത്. എന്നാൽ ഒരു റിസ്റ്റ് വാച്ചിൽ ജീവനുണ്ട്. അതിലെ ഊർജം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ടിക് 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 എന്ന ശബ്ദം. അത് നിരന്തരം പ്രവർത്തിക്കുന്നു. ഇതാണ് ആ ലോജിക്. ഇനി നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ 6 എന്ന സംഖ്യ ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗോൾഡൻ മെറ്റാലിക് ചെയിനുള്ള വാച്ച് ധരിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ 7 എന്ന സംഖ്യ ഇല്ലെങ്കിൽ മൾട്ടി കളർ സിൽവർ ഗോൾഡ് അടങ്ങിയ മെറ്റാലിക് ചെയിനുള്ള വാച്ച് ധരിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ 6 എന്ന സംഖ്യയും 7 എന്ന സംഖ്യയും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൾട്ടി കളർ സിൽവർ ഗോൾഡ് കളർ ഉള്ള വാച്ച് മെറ്റാലിക് ചെയിൻ ഉള്ളത് ധരിക്കുക. ഇത് ചെയ്തു നോക്കൂ കൂട്ടുകാരെ. നിങ്ങളുടെ ജീവിതത്തിൽ ആ 2 വിഷയങ്ങൾ, അവസരങ്ങളും ബന്ധങ്ങളിൽ വരുന്ന മാറ്റവും അറിയുവാൻ സാധിക്കും. ഇനി ഒരുപക്ഷെ നിങ്ങൾ റബ്ബറിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ലെതറിൻ്റെയോ സ്ട്രാപ്പുള്ള വാച്ചാണ് ധരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഊർജത്തെ കടത്തുവാൻ അല്ലെങ്കിൽ ഊർജം അതിലൂടെ കടന്നു ചെല്ലുവാൻ അത് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് മെറ്റാലിക് ചെയിനുള്ള വാച്ച് തന്നെ നിങ്ങൾ ധരിക്കണം. മെറ്റൽ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് എനർജി എന്ന് വെച്ചാൽ മലയാളത്തിൽ പരിഭാഷ ചെയ്താൽ ലോഹം ഊർജത്തിൻ്റെ ഒരു ചാലകമാണ്. ഇത് തന്നെയാണ് അതിൻ്റെയും ലോജിക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.